ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കില്ലേ നല്ല കിഡിലനായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഗ്രീൻസ് കുക്കീസ് റെസിപ്പി ഉണ്ടല്ലോ. ഇതിൻ്റെ പേര് എടുത്ത് തട്ടുമെന്ന് വേണം. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഗ്രീൻസ് കുക്കീസ്. ഈ ഒരു ടെക്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊരു കേക്ക് പോലെയും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിൻ്റെ മേലിലൊരു അരിപ്പ വെച്ചിട്ട് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇത്ര വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് തന്നെ പൊടിച്ച പഞ്ചസാര ചേർക്കാം. കൂടെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു തവണ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കുക്കീസ് ഉണ്ടാക്കുന്ന പോലെയല്ല, ഇതൊരു കേക്ക് പോലത്തെ ഒരു കുക്കീസാണ്. അതുപോലെ തന്നെ ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ, പഞ്ചസാരയും മൈദയും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലിൽ ഒരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ അതും കൂട്ടി ഇട്ടിട്ട് അതങ്ങ് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രീൻ ഫുഡ് കളറും കൂടി ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഈ ഒരു ലീഫ് ഗ്രീൻ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കേട്ടോ. അതും 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മുട്ടയും കളറും വാനില എസൻസും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സിങ് ആണ്. അപ്പോൾ ഈ ബട്ടറും ഷുഗറും മൈദയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈവച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൈവച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഗ്ലൗസ് വെച്ചിട്ട് ചെയ്യാം. അതും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കിഷ്ടം കൈവച്ചിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എഗ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കുറേശ്ശെയായി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് നല്ല പോലെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ഈ ഒരു ഡോ ആയിട്ട് മാറും കേട്ടോ. അതായത് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള പാകമല്ല. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ക്ലേ പോലെയൊക്കെ ആകും കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് ഷുഗർ പൗഡറും കൂടി ഇട്ടിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സംഭവം പരിപാടിയൊക്കെ ഈസിയാണ് കേട്ടോ. നമ്മുടെ ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കി വെക്കാം. അതിനുശേഷം നമ്മളിതാ ഈ ഒരു മാവുണ്ടല്ലോ, ഓരോ ബൗളെടുക്കാം. ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഈ ഒരു പൗഡറിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. മൊത്തം എനിക്ക് 19 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ബോൾസ് ആക്കി എടുക്കുക. ആ ഒരു കോൺഫ്ലോർ നമ്മുടെ ഷുഗർ പൗഡർ ആ മിക്സിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു കുഴിയുള്ള ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170യിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീൻസ് കുക്കീസ് റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ പേരും ഇതിൻ്റെ ടെക്സ്ചറും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്ചർ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ക്രേക്കി ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല കേക്കാണ്, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരിക്കും ഉണ്ടാവുക. പക്ഷേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഈ ഒരു കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ ഫുഡ് കളറ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേർത്തേണ്ടത് ഈ ഒരു കളറും നല്ലൊരു ഭംഗിയും കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസിനായി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.